ഫോൺ എടുത്തില്ല 3 ദിവസം ആരും. ഞാനാണെന്ന് പറയുമ്പോൾ കട്ട് ചെയ്യും. ഞാൻ ഈ സിബി മലയിൽ വേണമെന്ന് പറയുമ്പോൾ പോയി എന്ന് പറയും. 4-ാം ദിവസം ഞാൻ എൻ്റെ മകനെ കൊണ്ട് വിളിപ്പിച്ചു, ഷോബിയെ കൊണ്ട്. ഷോബിയോട് പറഞ്ഞത്, മോനെ അത് അച്ഛനോട് പറയണം, എഴുതി വന്നപ്പോൾ അച്ഛന് വേഷമില്ലെന്ന്. അതായത് ചാൻസ് ചോദിച്ച് ചിലരെയൊന്നും കഥകിന് മുട്ടുമല്ലോ. സാറേ ഒരു ചാൻസ്, ഒരു സീൻ മതി സാറേ, 2 ഡയലോഗ് മതി സാർ. എഴുതി വന്നപ്പോൾ ഇല്ല എന്ന് പറയുന്ന പോലെ പല പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള എന്നെക്കുറിച്ചായി പറഞ്ഞത്. എഴുതി വന്നപ്പോൾ തിലകൻ ചേട്ടന് വേഷമില്ലെന്ന്. അതേപോലെ തന്നെ അങ്ങനെ വേഷമില്ലായിരുന്നല്ലോ എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ, ചേട്ടാ ഇത് എഴുതി വന്നപ്പോൾ ചേട്ടന് വേഷമില്ല, സിബി മലയിലിന് പറയാമായിരുന്നു. അത് പറയാതെ എന്നോട് മാന്യതയുണ്ട്. ഒന്നും പറയാതെ പോയിട്ട് ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി പാലക്കാട് പോകുന്നു, ഇവർ തക്കല ഷൂട്ട് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചത്. അതേപോലെയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നോടെല്ലാം പറഞ്ഞ്, വേഷവും പറഞ്ഞ്, മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ക്യാരക്ടറോടൊന്ന് പറയാമോ, പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടും, അതനുസരിച്ച് ചില ബോഡി ലാംഗ്വേജും മാനറിസങ്ങളൊക്കെ വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് അത് ഞാൻ ഡയറക്ടറെ കൊണ്ട് വിളിപ്പിക്കാം. ഡയറക്ടറാണ് ജോഷി, അദ്ദേഹം വിളിച്ചില്ല. അദ്ദേഹത്തെ ഞാൻ മാക്ടയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, വേറെ കൊല്ലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അന്നേരം എന്നെ കാണുമ്പോഴൊക്കെ ചിരിച്ചിട്ടുള്ള ആളാണ്. പിന്നെ എന്നോട് വിരോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ വിളിക്കാതിരിക്കുകയും ഈ 25 ദിവസം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ സമയത്ത്, അത് പലപ്പോഴായിട്ട് ഒറ്റയ്ക്കല്ല, ഒറ്റ സ്ട്രെച്ചിനല്ല ഡേറ്റ്. കാരണം ആ സമയത്താണ് ഞാൻ ഇവിടം സ്വർഗമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതിന് 30 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 2 ദിവസം, 5 ദിവസം, 8 ദിവസമൊക്കെ ഒഴിവുണ്ട്. ഈ ദിവസങ്ങളൊക്കെ കൂടെ എടുത്ത് 25 ആക്കിയാണ് സുബേറിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 16, 17, 2 ദിവസം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അതിനപ്പുറത്തും ഇപ്പുറത്തും അവർക്കില്ല. അന്നേരം ഞാൻ ഇവിടം സ്വർഗമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു തമിഴ് പടം വന്നു. അപ്പോൾ ഇവിടം സ്വർഗമാണെന്നുള്ളിടത്ത് എനിക്ക് വർക്കില്ല. അപ്പോൾ ഒരു 3 ദിവസം സ്പെയർ കിട്ടും. അപ്പോൾ ഈ തമിഴ് പടക്കാരോട് ഞാൻ പറഞ്ഞു, ഒരു 3 ദിവസം നോക്കട്ടെ, നാളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ സുബേറിനെ വിളിച്ചു ചോദിച്ചു, എൻ്റെ പൊന്നിയേട്ടാ ഉപദ്രവിക്കല്ലേ, 16, 17 വളരെ വലിയ കോമ്പിനേഷനാണെന്ന് പറഞ്ഞു. ആ പടവും പോയി. 3 തമിഴ് പടവും 1 തെലുങ്ക് പടവും ഞാൻ വിട്ടു. എനിക്ക് വലിയ ലോസാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. ഈ ലോസ് സഹിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഈ പിന്നെ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഈ എന്നെ ഇന്നലെ എൻ്റെ പേരിൽ ആരോപണം കൊണ്ടുവന്നവരോ അറിയുന്നില്ല. ഈ വിഷമത്തിൽ ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് പൈസ കിട്ടിയാൽ ഉപയോഗിക്കാം. അല്ല, അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഫെഫ്ക ഇപ്പം ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പോലും സംവിധായകനോ പ്രൊഡ്യൂസറോ വേണ്ട, ഈ ഒരു ആള് വേണ്ട. അത് ന്യായമല്ല. അല്ല, അങ്ങനെ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ചോദിക്കുന്ന എന്നെ ഇൻഫോം ചെയ്യണ്ടേ? എൻ്റെ ഒപ്പ് വാങ്ങിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അതും എൻ്റെ ഒപ്പ് വാങ്ങിച്ച് 50 രൂപ പത്രത്തിൽ എഴുതിയ ഒരു എഗ്രിമെൻറ്റിനകത്ത് അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ അവർ നടത്തിക്കോട്ടെ. ചേട്ടാ ഇങ്ങനൊരു ക്ലോസ് ഉണ്ട്, ആ ക്ലോസ് പ്രകാരം ചേട്ടനെ ഞങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണെന്ന് അറിയിക്കണ്ടേ? അറിയിച്ചിരുന്നില്ല ഏതെങ്കിലും ഒരു തമിഴ് പടമെങ്കിലും എനിക്ക് ചെയ്യാമായിരുന്നല്ലോ. അറിയിക്കാതെ ഇവർ അനദർ 25 ദിവസം ഒന്നുകൂടെ കണ്ടുവച്ചോ എന്ന് പറഞ്ഞു. വീണ്ടും എന്നെ പെടുത്തിയവർ. അവസാനം ഷൂട്ടിങ് തുടങ്ങി 3-4 ദിവസം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. അവരെ മുഖാന്തരമല്ല, അല്ലാതെ അറിഞ്ഞു. ഞാൻ വിളിച്ചു, സുബേറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സുബേർ എന്നോട് പറഞ്ഞത്, ചേട്ടാ എനിക്ക് വളരെ വിഷമമുണ്ട്, എനിക്ക് ആ വേഷത്തിൽ ചേട്ടൻ തന്നെ ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ പിന്നെന്ത് ചെയ്യും? അല്ല, അവർ പറഞ്ഞു ചേട്ടൻ പിന്നെ വെക്കരുതെന്ന്. ഞാൻ വെച്ചാൽ ആര് പറഞ്ഞു? അവർ പറഞ്ഞു. ഈ അവരാരാണെന്ന് പറയൂ. അത് ഫെഫ്ക പറഞ്ഞു. അമ്മയല്ല കേട്ടോ, അമ്മയല്ല എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫെഫ്കയും അമ്മയുമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇദ്ദേഹം ഞാൻ ചോദിക്കാതെ അമ്മയല്ലെന്ന് എന്തിനാ പറഞ്ഞ്? ഇത് കേട്ടപ്പോൾ ഞാൻ ഇതിൽ അഭിനയിക്കണം എന്ന് പറയുകയും അഭിനയിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ള വേറെ ചില ആർട്ടിസ്റ്റുകൾ പുറത്തു നിൽപ്പുണ്ട്. അതിൽ അഭിനയിക്കുന്നവരുണ്ട്. സുധീർ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ചേർത്തല ലളിത എന്നൊരു നടിയുണ്ട്. അവരെ ഞാനാണ് നാടകരംഗത്ത് ആദ്യമായി കൊണ്ടുവന്നതും. അവർക്ക് എൻ്റെ സംവിധാനത്തിനെങ്കിലും അവർ 2-3 നാടകങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് പരിചയമുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ചേർത്തലയുള്ള. അവരും ഇതുപോലെ വിനയൻ്റെ പടത്തിന് പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല. ഞാൻ അവരെ വിളിച്ചു. ആദ്യം ലളിത എന്താണ് വിനയൻ്റെ പടത്തിന് പോകാഞ്ഞത് എന്ന് മാത്രമാണ് ചോദിച്ചു. എന്നെ പറഞ്ഞു, ചേട്ടാ അത് അമ്മയെന്ന് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയും വിളിച്ച് പറഞ്ഞ് പോകരുത്, പോയാൽ നിൻ്റെ പേര് നടപടി എടുക്കും, നിനക്കിപ്പോൾ കിട്ടുന്ന ആനുകൂല്യം ഇല്ലാതാകും.
$2500 വെച്ച് എനിക്ക് മാസം കിട്ടുന്നതാണ് ചേട്ടാ. ഞാൻ അതുകൊണ്ടാണ് ചേട്ടാ ഇപ്പോൾ ജീവിക്കുന്നത്, എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ശരി, ഇത് വേറെ ആരെങ്കിലും ചോദിച്ചാൽ നീ ഇങ്ങനെ എന്നോട് പറഞ്ഞു എന്ന് സമ്മതിക്കുമോ? അതെന്താ ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, ഞാനത് പറയാൻ പോകും. എൻ്റെ പൊന്നു ചേട്ടാ എനിക്ക് ദൂഷ്യമുണ്ടാകുന്നൊന്നും പറയരുത്. ഇതാണ് അവരുടെ നിലപാട്. ഞാൻ പറഞ്ഞു എൻ്റെ കൈ നിട്ട് നീ പറയാത്തതൊന്നും ഞാൻ പറയല, നീ പറഞ്ഞത് ഞാൻ പറയും. ഇപ്പോഴും അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസാക്ഷി കൂത്തല്ല. ആ സ്ത്രീ ആരും ദ്രോഹിക്കാതിരിക്കട്ടെ, അവർ വളരെ വിഷമിച്ച് കഴിയുന്ന സ്ത്രീ, എനിക്കറിയാം. ഇങ്ങനെ അവരുടെ നിന്ന് കിട്ടി. ഞാൻ വീണ്ടും മാളയരവിന്ദനെ വിളിച്ചു. മാളയരവിന്ദനകത്ത് അഭിനയിക്കുന്നുണ്ട്. അരവിന്ദനോട് ചോദിച്ചു, നിങ്ങളെ വിലക്കിയോ? എന്നെ വിലക്കിയേട്ടാ, പിന്നെ നിങ്ങൾ ഞാൻ വാക്ക് കൊടുത്തല്ലേ അഭിനയിക്കുമെന്ന്. ഞാൻ വന്നില്ല, വിനയൻ കുഴയല്ലേ, വിഷമിക്കല്ലേ, അതുകൊണ്ട് ഞാൻ വന്ന. എൻ്റെ കാലെനിക്ക് വയ്യ. എൻ്റെ അപ്പോൾ ഇനി ആക്ഷൻ വന്നാലോ, എൻ്റെ കാല് വെട്ടിയാലും ഞാൻ അഭിനയിക്കുമെന്ന് മാള പറഞ്ഞതാ. മാള ഒരു ചാനലിൻ്റെ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇത് പറയുന്നത് ഞാൻ കേട്ടതാണ്. എൻ്റെ കാല് വെട്ടിയാലും ഞാൻ ഈ പടം അഭിനയിക്കുമെന്ന്. പക്ഷേ മാള ഇതിന് ശേഷം, ഈ ആക്ഷൻ വന്നതിന് ശേഷം നിശബ്ദനാക്കി. അതെ, ആക്കി ആക്കിയതായിരിക്കും, അല്ലേ അയാളും ശബ്ദം ഉണ്ടാക്കുമല്ലോ. തിലകൻ ചേട്ടൻ്റെ സാന്നിധ്യം സിനിമയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ അടിച്ചേൽപ്പിക്കുക വഴി താങ്കളിലെ നടൻ ആത്മഹത്യ ചെയ്തു എന്നും ഫെഫ്ക പറയുണ്ടായി. ഫെഫ്ക അല്ല പറഞ്ഞത്, ഞാൻ കേട്ടതാണ്. ബി ഉണ്ണികൃഷ്ണൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വിവരം കെട്ട ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ. കാരണം സിനിമയിൽ ഇന്നലെ വന്ന ഉണ്ണികൃഷ്ണന് സിനിമയെക്കുറിച്ചും തിലകനെക്കുറിച്ചും എന്തറിയാം? ഈ സിനിമാ ലോകത്തുള്ള പല ആൾക്കാരും അവരെ അടിച്ചേൽപ്പിച്ചവരാണ്. മദ്രാസിൽ പോയി കോടമ്പാക്കത്ത് താമസിച്ച് വളരെ ചുരുങ്ങിയ കാശ് കൊടുത്ത് കക്കൂസിന് തുല്യമായ, അല്ല ടോയ്ലറ്റിന് തുല്യമായ മുറികളെടുത്ത് 4-5 പേരകത്ത് ഇടിയും കഴിഞ്ഞിട്ട് പോയി അവിടെ എവിടെയും പോയി ഡയറക്ടറുടെ വീടിനും പ്രൊഡ്യൂസറുടെ വീടിനും തട്ടി ചാൻസ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഞാൻ തട്ടി ചാൻസ് ചോദിച്ചൊരു സംവിധായകനോ ഒരു പ്രൊഡ്യൂസറോ പറയട്ടെ. അങ്ങനെ ചെന്നെങ്കിൽ മാത്രമേ അടിച്ചേൽപ്പിക്കലാവൂ. എനിക്കിപ്പോഴും അറിയാം, ഞാൻ എൻ്റെ കഴിവ് വെച്ചിട്ട് എനിക്കെടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെ മാത്രമേ എന്നെ കാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിർബന്ധമുള്ള ആളാണ് ഞാൻ. പല ഡയറക്ടർമാർക്കും അതറിയാം. സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. സത്യനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നമ്മൾ തമ്മിൽ മിസ്സിങ് ആണ് കേട്ടോ, എന്താണ് കാരണം? ഞങ്ങളങ്ങനെ പറയാറുണ്ട്. ചേട്ടന് പറ്റിയ ക്യാരക്ടറൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഒരിക്കലും വിളിക്കരുത് അങ്ങനെയാണെങ്കിൽ. ചേട്ടന് പറ്റിയ ക്യാരക്ടറൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയാതെ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞെന്ന് പറയും. ലോഹിത് ദാസ് എന്ന് പറയുന്ന ഉന്നതനായ റൈറ്ററെ ഈ ബി ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് അവിടെയാണ്. ലോഹിത് ദാസ് മരിച്ചു പോയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ലോഹിദാസിനെ സിബി മലയിലിന് ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ സിബി മലയിൽ പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർസിൻ്റെ പുറകിൽ നിശബ്ദരായി നിൽക്കുന്ന ചില നടന്മാരെ പോലെ, ഒന്നും ചെയ്യാനില്ലാതെ. കിരീടം എന്ന പടം എങ്ങനെയാണ് എടുത്തതെന്ന് സിബിക്ക് അറിയാം. ഞാനത് ഇന്നലെ പറഞ്ഞു. ഞാൻ ഇപ്പം പറയുന്നത്, ലോഹിദാസിനെ ഞാനാണ് സിബിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്.
ലോഹിതദാസിനെ ഞാനാണ് സിബിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അതിനൊരു കാരണം, രാരീരം എന്ന പടത്തിൻ്റെ ഡബ്ബിങ്ങിന് ഞാൻ ചെല്ലുമ്പോൾ വൈകുന്നേരത്തെ ഒരു ബ്രേക്ക് സമയത്ത് എന്നോട് സിബി പറഞ്ഞു, ചേട്ടാ എനിക്കൊരു 4-5 പടം വന്നിട്ടുണ്ട്, റൈറ്ററില്ല, ചേട്ടൻ്റെ അറിയപ്പെട്ട ആരെങ്കിലും ഉണ്ടോ, നാടകം എഴുതുന്നൊരു മതി. ഉടനെ ഞാൻ പറഞ്ഞു എസ് എൽ പ്രസാദാനന്ദനെ നോക്കാൻ പറഞ്ഞു. ആ പുള്ളി ഒത്തിരി സിനിമയൊക്കെ എഴുതിയല്ലേ, പുള്ളിക്ക് ഒരു ശൈലിയുണ്ട്, ആ ശൈലി സിനിമയിലെല്ലാം അറിയാം. അതല്ലാതെ നമുക്ക് പുത്തൻ ശൈലിയുള്ള ആരെങ്കിലുമൊക്കെ വേണം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, ആലോചിച്ചിട്ട് മതി. അപ്പോൾ വീണ്ടും എനിക്ക് റീലുകളുണ്ട് ഡബ് ചെയ്യാൻ. ഞാൻ ഡബ് ചെയ്തു. ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മാറി, ഇതിലായി. ഇടയ്ക്കൊക്കെ തെറ്റൊക്കെ വന്ന് ശ്രദ്ധ മാറിയപ്പോൾ എങ്കിലും ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ട് ഞാൻ സിബിയെ വിളിച്ച് പറഞ്ഞു, സിബി എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ലോഹി. അപ്പോൾ ഒന്ന് ലോഹിതദാസ് എന്ന് എനിക്കറിയാൻ വയ്യയുടെ പേര്, ലോഹി എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അത് ഞാൻ ചാലക്കുടി സാരഥിയുടെ നാടകം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിരിക്കും. അയാൾ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സാണ്. അങ്ങനെ അയാൾ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നല്ല ജെനുവിൻ അഭിപ്രായങ്ങളാണ്. ഞാനത് ആ നാടകത്തിൽ ചേർത്തിട്ടുണ്ട്. ഡയലോഗ് എഴുതി തന്നിട്ടുണ്ട്, അതും കൊള്ളാം. അദ്ദേഹം എഴുതിയൊരു നാടകമുണ്ട്, സിന്ധു ശാന്തമായി ഒഴുകുന്നു. ഞാനത് വായിച്ചാണ്. അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ രചനയ്ക്ക്. നല്ല എഴുതുകാരനാണ്, നോക്കുന്നു എന്ന് ചോദിച്ചു. അല്ല ചേട്ടന് വിശ്വാസമാണെങ്കിൽ ഒന്ന് പറ. അപ്പോൾ സിബിക്കൊരു വെപ്രാളമാണ്, കിട്ടിയല്ലോ, ഒരു സ്വത്ത് കിട്ടിയ പോലെ. പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കാറ് എറണാകുളം എയർപോർട്ടിൽ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. കാരണം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോയി രാത്രി നിന്ന് ഡബ് ചെയ്തിട്ട് രാവിലത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വന്ന് ഈ കാറെടുത്ത് എൻ്റെ വീട്ടിൽ പോകാം. ഞാൻ ആ കാറെടുത്ത് എൻ്റെ വീട്ടിൽ പോകുന്നതിന് പകരം നേരെ ചാലക്കുടിക്ക് വിട്ടു. അവിടെ ചെന്ന് ലോഹിയോട് പറഞ്ഞു, ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് സിബി മലയിലിൻ്റെ വീട്ടിൽ ചെല്ലുക. അത് കോയമ്പത്തൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കോയമ്പത്തൂർ വനം ഉണ്ട്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എഴുതാനുള്ള അവസരം കിട്ടുന്നു. 2 ആഴ്ച കഴിഞ്ഞ് പോയി. ഇവർ തമ്മിൽ കണ്ടു, തീരുമാനിച്ചു. 10-15 കഥകൾ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞ കഥയല്ല തീരുമാനിച്ച, വേറൊന്നാണ്, തനിയാവർത്തനം. അപ്പോൾ അത് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, തനിയാവർത്തനം എന്ന് പറഞ്ഞാൽ ആ കഥ, ആ ഭ്രാന്തൻ്റെ കഥ, അത് പറഞ്ഞാൽ എനിക്കറിയാം. അതെടുത്തു നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു, എറണാകുളത്തെ വീട്ടിൽ. ചേട്ടൻ വെറുതെ ഇരിക്കുകയാണ്, ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ എവിടെ? വുഡ്ലാൻഡ്സ് ഹോട്ടൽ. ഞാനും സിബി മലയിലാണ് വിളിക്കുന്നത്. ഞാനും ലോഹിതദാസും വേറെ 1-2 പേരും പിടിച്ചിട്ടുണ്ട്. ചേട്ടനോടൊരു അഭിപ്രായം ചോദിക്കണമെന്ന്. ഞാൻ ചെല്ലുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു പങ്കുള്ള പോലെ തോന്നി. കാരണം ഞാൻ കൊണ്ടുവന്നതാണല്ലോ ലോഹിതദാസ്, അയാൾ പരാജയപ്പെടാൻ പാടില്ല. ഞാനവിടെ ചെന്ന് കയറി ഉടനെ ഇവർ എല്ലാവരും കൂടെ ചോദിച്ചു, ചേട്ടാ നമ്മൾ തനിയാവർത്തനം ആ ഭ്രാന്തൻ്റെ കഥ എടുക്കാൻ തീരുമാനിച്ചു. തനിയാവർത്തനം എന്നൊരു പേരും കൊടുത്തു. അതിൽ ഒരു അധ്യാപകൻ ഒരു ക്യാരക്ടറുണ്ടല്ലോ, ചേട്ടൻ്റെ സജഷൻ ആരാണത്, ഏത് നടനെ ഇടണം? പെട്ടെന്ന് ഞാൻ പറഞ്ഞു മമ്മൂട്ടി. ഉടനെ അവർ ചോദിച്ചു മോഹൻലാൽ ആണെങ്കിലോ? സ്റ്റുഡൻറ്റ് പോലും ആകുകയില്ല എന്ന് പറഞ്ഞു. അപ്പം അന്ന് മോഹൻലാൽ കൊച്ചു പയ്യനാണ്. മമ്മൂട്ടിയുടെ ആ ഒരു പക്വത ഉള്ള ശരീരവും മുഖവും ഒന്നും ലാലിനില്ല. ലാലൊരു കൊച്ചു പയ്യനെ പോലെ, സ്റ്റുഡൻറ്റ് പോലും ആകുകയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ പൊട്ടി അങ്ങ് ചിരിച്ചു. അപ്പോൾ ഈ ലാല് സ്റ്റുഡൻറ്റ് പോലും ആകില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിരിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചെന്താ ചിരിച്ചേ? അല്ല ഞങ്ങളും മമ്മൂട്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അത് ശരിയാണോ എന്ന് അറിയാൻ ചേട്ടനോട് ചോദിച്ചാൽ ഞാൻ പറയും മമ്മൂട്ടി തന്നെയാണ്, കറക്റ്റാണ്. അങ്ങനെയാണ് അത് വരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒരിക്കൽ ലൊക്കേഷനിൽ വരുമ്പോൾ മമ്മൂട്ടി ഒട്ടിരിപ്പുണ്ട്. അന്ന് മമ്മൂട്ടി വളരെ വിഷമിച്ചെന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പടമില്ല, ഞാൻ വീണ് കിടക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ പോയിട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങളുടെയൊക്കെ ഡേറ്റിന് വരും, ആഡ് കൊടുക്കുക, ജാടയൊന്നും കാണിക്കാതെ, ഒരു കൊല്ലം കഴിഞ്ഞ് വാങ്ങുന്നൊന്നും പറയാതെ വീണിടത്ത് നിന്ന് എഴുന്നേക്കാം എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി എന്നോട് ചോദിച്ചു അയക്ക് വല്ലതും എഴുതാൻ അറിയോ? ഞാൻ പറഞ്ഞു എഴുതാൻ അറിയാമേ തന്നെ ഞാനൊരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ ജോഷിയുടെ ന്യൂഡൽഹി എന്നുള്ള പടം കൂടെ വന്നപ്പോൾ മമ്മൂട്ടി കയറി, മമ്മൂട്ടി ഇന്നത്തെ നിലയിലെത്തി. അന്ന് മമ്മൂട്ടി വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്ക് മമ്മൂട്ടി തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ചേട്ടാ ഞാൻ വീണ് കിടക്കാണ്, എനിക്ക് പടമില്ല, നിങ്ങളില്ലാതെ 10 വർഷത്തേക്കെങ്കിലും മലയാള സിനിമ മൂവ് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്. തിലകൻ ചേട്ടൻ ഇത് പണ്ട് പറഞ്ഞതാണെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ മമ്മൂട്ടിയോട് എനിക്കെതിരൊന്നുമില്ല. എനിക്ക് എൻ്റെ മക്കളോട് പോലും ചിലപ്പോൾ അവരുടെ പ്രവൃത്തിക്ക് ഞാൻ എതിർക്കും. തിലകൻ ചേട്ടൻ ആദ്യം നെടുമുടി വേണുവിനെതിരെയായിരുന്നു
പിന്നെ മോഹൻലാലിനെതിരെ പരാമർശങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിക്കെതിരെയാണ്. എന്താണ് ഇവരുടെ റോൾ? എന്താണ് ഈ മോഹൻലാലിനെതിരെ എന്ന് പറയുന്നത് തെറ്റാണ്. മോഹൻലാൽ ചെയ്തിട്ടുള്ള കുഴപ്പങ്ങളെക്കുറിച്ച്, മോഹൻലാലിനെ ആ കുഴപ്പത്തിനകത്ത് കൊണ്ടുവന്ന് ചാടിച്ചവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒരു വളരെയധികം കഴിവുള്ളൊരു നടനാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതിന് തക്കതായിട്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഉപദേശം അദ്ദേഹം ഫ്രണ്ട്ഷിപ്പ് വെച്ച് സ്വീകരിക്കുന്നുണ്ട്. അതാണ് മോഹൻലാലിൻ്റെ കുറ്റമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, മോഹൻലാൽ എനിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നുവരെ ഞാനും മോഹൻലാലും മോഹൻ കറുത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. നെറുമുടി വേണുവിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളിലും നെറുമുടി വേണു എന്നെ അദ്ദേഹത്തെ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ വാചകങ്ങളാണ്. അദ്ദേഹത്തെ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ മറ്റേ പരമമുള്ളയുടെ വേഷം ആരാണ്? തിലകൻ ഞാൻ നോക്കും. ഉടനെ ഈ പ്രൊഡ്യൂസർ കൂടെയുള്ളതാണ്. എന്താ സാർ? ഒന്നുമില്ല, ഇവിടെ നന്നായിട്ട് ചെയ്യും പുള്ളി, ഇങ്ങനെ പറയും. ഒടുവിൽ ഫലത്തിൽ ഇവരെൻ്റെ പേര് വിട്ടു, എന്നെ വിളിക്കില്ല. 1 വർഷം മുമ്പ് എന്നെ ബുക്ക് ചെയ്തതാണ് ഹരിഹരൻ്റെ മയൂഖം എന്ന പടത്തിൽ. എൻ്റെ ഡയറിക്കകത്തുണ്ട്. 1 കൊല്ലം മുമ്പ് ബുക്ക് ചെയ്തതാണ്. ഹരിഹരൻ എന്നോട് നഖക്ഷതങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കും. അദ്ദേഹം അന്ന് എൻ്റെ വർക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, എൻ്റെ എല്ലാ പടങ്ങളിലും നിങ്ങളുണ്ടാവണമെന്ന്. ഞാൻ പറഞ്ഞു, നേരത്തെ അറിയിച്ചാൽ മതി, ഞാൻ മറ്റു പടങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഉണ്ടാവും. കാരണം നിങ്ങളുടെ ഡയറക്ടറെ എനിക്കിഷ്ടം, അതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ പാടുള്ളൂ, ആദ്യമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതല്ല എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷെ മയൂഖത്തിൽ എന്നോട് 1 കൊല്ലം മുമ്പ് പറഞ്ഞു, ഞാൻ ഇനി പറഞ്ഞില്ലെന്ന് പറയരുത്, നിങ്ങൾക്ക് പറ്റിയൊരു വേഷമാണ്, അത് നിങ്ങളതിന് എടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, എല്ലാം പറഞ്ഞു. ഒരു വിജയൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. കുറേ നാളുകൾക്ക് ശേഷം 1 കൊല്ലത്തോളം ആയി ഷൂട്ടിങ് അവിടെ തുടങ്ങാൻ പോകുമ്പോൾ എന്നെ വിളിച്ചു. ഷൂട്ടിങ് ആരംഭിക്കുകയാണ്, മയൂഖത്തിലെ ആ വേഷം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചാണ്. വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ഒരു 16-ാം തീയതി പറയുന്നു, 16-ാം തീയതി വരാമോ? ഞാൻ പറഞ്ഞു വരാം. അപ്പം ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പ്രൊഡക്ഷൻ മാനേജർ ചുമതലപ്പെടുത്താം. പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിക്കുന്നു, ഈ വിജയൻ വിളിച്ചു. ഞാൻ വിജയൻ്റെ പറഞ്ഞു, വിജയ, ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിന് കോഴിക്കോട് വരും, ഷൂട്ടിങ് കണ്ണൂരാണ്, ഫ്ലൈറ്റിന് ഞാൻ കോഴിക്കോട് വരും, കോഴിക്കോട് എയർപോർട്ടിൽ നിങ്ങളൊരു കാർ തരണം അവിടം വരെ. ഉടനെ അയാൾ ചോദിച്ചു, ചേട്ടാ ട്രെയിനിന് വന്നൂടെ? അപ്പോൾ എൻ്റെ കാലിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ട്രെയിനിൽ യാത്ര പറ്റില്ല, കാരണം ഒന്ന് പടി ചവിട്ടി കയറുക, ട്രെയിൻ ചിലപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കയറേണ്ടി വന്നാലോ. രണ്ടാമത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം പോയി ഞാൻ കയറാൻ പറ്റും, അതുകൊണ്ടൊന്ന് അവിടെ നിർത്തുന്നത് 1-ാം നമ്പർ തന്നെ ആയിരിക്കണം, അല്ലേ എനിക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട്. 5-ാം നമ്പറൊക്കെ ആണ് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ ഈ ഓവർ ബ്രിഡ്ജ് കയറി അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രെയിൻ ഞാൻ ഉപേക്ഷിച്ചിരിക്കണം, പിന്നെ ബസ്സിന് വരണം, അതാ പറ്റുകയെന്നറിയാമല്ലോ. പിന്നെ പ്ലെയിനേ ഉള്ളൂ, ഞാനതിന് വരാം. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഞാൻ ഇവിടുന്ന് ട്രെയിനിന് വരുന്ന കാശ് തന്നാൽ മതി, ആക്കി ഞാൻ എടുത്തോളാം, ഇതിൽ കൂടുതൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ശരി ചേട്ടാന്ന് പറഞ്ഞു. 15-ാം തീയതി ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ 16-ാം തീയതി വരണ്ട. ഞാൻ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. 16-ാം തീയതി വരണ്ട, അന്ന് ജഗതി ശ്രീകുമാർ വരികയില്ല, ചേട്ടന് ജഗതിയായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, അതുകൊണ്ട് ചേട്ടൻ വെറുതെ ഇവിടെ വന്ന് താമസിക്കേണ്ടി വരും, വേറെ പടം ഉണ്ട്, അത് ചെയ്തു എന്ന് പറഞ്ഞു. 17-ാം തീയതി ആയപ്പോൾ, 16 കഴിഞ്ഞ് 17 ആയപ്പോൾ എന്നെ ഹരിഹരൻ വിളിച്ചു. നിങ്ങൾ 16-ാം തീയതി വരാനുണ്ടെന്നാണ് മിസ്റ്റർ വരാഞ്ഞത് എന്ന് ചോദിക്കും. ഇവിടെ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഇതിൽ ആരാണ് കുറ്റക്കാരൻ ഞാൻ എങ്ങനെ തീരുമാനിക്കും? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് വിളിച്ചു പറഞ്ഞത് 16-ാം തീയതി വരണ്ട, ജഗതിയുടെ കോമ്പിനേഷനാണ്. എന്നാൽ ഹരിഹരൻ്റെ വാക്ക്, ഓഹോ അങ്ങനെയാണല്ലേ സംഗതി. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. ഞാൻ പറഞ്ഞു, അവൻ്റെ കൊടുക്കാൻ പറഞ്ഞു, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൊടുത്തത്. അവൻ്റെ അമ്മയ്ക്കും അച്ഛനും നിനക്ക് എത്ര തന്തയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഇയാൾ സംസാരിക്കാതായി.
കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഇവൻ 15 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ മനസ്സറിഞ്ഞല്ല, എൻ്റെ കുഞ്ഞുങ്ങൾ സത്യം എന്നോട് പറഞ്ഞതാണ് അങ്ങനെ പറയാൻ. എന്നുവെച്ചാൽ ആര് പറഞ്ഞു? അത് ഞാൻ പറയില്ല. അപ്പോൾ പലരും ആര് പറഞ്ഞു വെച്ചാൽ പറയില്ല, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയുന്നു തുറന്ന്, അതൊരു കുഴപ്പമാണ്. എന്നിട്ട് ഞാൻ ചിലത് പറയാതിരുന്നാൽ ഭയങ്കര കുഴപ്പമായി.